ഗീത സർവദർശന സംഗ്രഹമല്ല, ഒരു എക്കലക്റ്റിക്കൽ വർക്കല്ല എന്നുള്ളതാണ് മാഷ് നോക്കുന്നത്. പക്ഷെ ഗീതയുടെ തന്നെ ധ്യാന ശ്ലോകത്തിൽ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന, ഈ ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്ന ദർശനങ്ങളുടെ ഒരു സംഗ്രഹമല്ലേ ഗീത? ഉപനിഷത്ത് ആവർത്തിച്ച് പറയുകയേ ചെയ്യുന്നുള്ളൂ. ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല ന്യായദർശനം, ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല സാഖ്യദർശനം, ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല യോഗദർശനം, ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല മീമാംസ. അതാണ് വ്യത്യാസം. ഉപനിഷത്തിലെ അദ്വൈത ദർശനത്തെ എല്ലാ തരത്തിലുമുള്ള, അതായത് വാദിച്ച് തോൽപ്പിക്കാൻ വയ്യാത്ത തരത്തിലുള്ള യുക്തികളുടെ സാഹിത്യത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ഗീതയുടെ ഓരോ അധ്യായം കഴിയുമ്പോഴും പറയുന്നില്ലേ, ഭഗവത്ഗീതാസു ഉപനിഷത്സു. കൃഷ്ണവേദം, ഇത് കൃഷ്ണന്റെ വേദമാണ്. ഇതിൻ്റെ പേര് കൃഷ്ണവേദം എന്നാണേ, മഹാഭാരതം എന്നല്ല. അത് ആദ്യത്തെ ആദിപർവ്വത്തിലും പറയുന്നുണ്ട്, സ്വർഗാരോഹണ പർവ്വത്തിലും പറയുന്നുണ്ട് ഇത് കൃഷ്ണവേദമാണെന്ന്. അപ്പോൾ വേദമാണ്, വേദത്തിൻ്റെ ആശയ സംഹിതയാണ്, വേദത്തിൻ്റെ ദർശനമാണ്, വേദത്തിൻ്റെ തത്വചിന്തയാണ്. അപ്പോൾ സാങ്കേതിക പദങ്ങളുടെ സാമ്യത്തെ വെച്ചുകൊണ്ട് ഈ മറ്റ് 5 ദർശനങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുത്ത് ഏകാത്മകമാക്കിയതാണ് ഇതെന്ന് പറയാനൊക്കില്ല. ഇതിനകത്തൊരു ഏകാത്മകമാക്കലുണ്ട്, ഏകീഭൂതമാക്കലുണ്ട്, ഇതിനൊരു ആത്മാവ് കൊടുത്തിട്ടുണ്ട് ആ ദർശനത്തിന്. അത് നമ്മുടെ ആധുനികമായ സയൻസിൻ്റെ ഫിലോസഫി ഓഫ് സയൻസ് ഉണ്ട്. ആ ഫിലോസഫി ഓഫ് സയൻസിനോട് യോജിച്ചു വരുന്നത് അദ്വൈത ദർശനമാണ്. അല്ലാതെ നാനാത്വങ്ങൾക്ക് സ്ഥാനമില്ല. ഊർജത്തിൽ നാനാത്വങ്ങൾക്ക്, ഊർജ ചിന്തയിൽ, ഊർജ ദർശനത്തിൽ, സയൻസുകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിരിക്കുന്ന ഊർജ ദർശനത്തിൽ നാനാത്വത്തിന്, വൈവിധ്യത്തിന് സ്ഥാനമില്ല. പിന്നെ വൈവിധ്യം എന്താണ്? വൈവിധ്യം നമ്മുടെ തോന്നലാണ്. അതിനെയാണ് ശങ്കരാചാര്യൻ മിഥ്യ എന്ന് പറഞ്ഞത്. മിഥ്യ എന്ന് പറഞ്ഞാൽ തോന്നൽ എന്നാണ് അർത്ഥം. വസ്തുവിനെ ആ വസ്തുവിൻ്റെ സത്തയ്ക്ക് അനുസൃതമായി ദർശിക്കാതിരിക്കുന്ന അജ്ഞാനത്തിനാണ് മിഥ്യ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടേത് ഈ പ്രപഞ്ചത്തെ നാം കാണുന്നത് മിഥ്യാദർശനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ മിഥ്യാദർശനത്തിലൂടെയാണ് അതിനെ നാം വ്യവഹരിക്കുന്നത്. അപ്പം അത് മിഥ്യ. അതിൻ്റെ വസ്തു സത്യം അതല്ല, ഇല്ലാത്തതെന്നല്ല. ഇല്ലാത്തതെന്ന് അതിനർത്ഥം ധരിച്ചത് കൊണ്ടാണ് കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇല്ലാത്തതെന്നല്ല, വസ്തുസത്യം മറഞ്ഞിരിക്കുന്നു. നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല വസ്തുസത്യം എന്ന് ധ്വനിപ്പിക്കാനുള്ള വാക്കാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ജഗത്തില്ലാത്തതാണെന്നല്ല അർത്ഥം. ജഗത്തിൻ്റെ സത്യം നിങ്ങൾ പുറമേ കാണുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ജഗത്തിൻ്റെ സത്യം അന്വേഷണത്തിലൂടെയേ കണ്ടെത്താൻ സാധിക്കൂ. അതിന് ശാസ്ത്രീയമായ അന്വേഷണം വേണം, ശാസ്ത്രീയമായ അപഗ്രഥനം വേണം, ശാസ്ത്രീയമായ നിഗമനങ്ങൾ വേണം. ശാസ്ത്രീയമായ അപഗ്രഥന നിഗമന ആഗമ നിഗമനാത്മകമായ ചിന്തയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഇതിൻ്റെ സത്യം കണ്ടെത്താനൊക്കൂ. അങ്ങനെ കണ്ടെത്തിയ സത്യത്തെ ആസ്പദമാക്കി വികസിപ്പിച്ചെടുത്ത ദർശനമാണ് അദ്വൈത ദർശനം. ഭഗവത്ഗീതയുടെ താല്പര്യം അദ്വൈതത്തിലാണെന്ന് മാഷ് പറഞ്ഞതുകൊണ്ട് മാഷ് ഉദ്ദേശിച്ചത് ഈ വിവിധ ദർശനങ്ങളെ അദ്വൈതത്തിൽ സമന്വയിപ്പിച്ചു എന്നാണോ? അല്ല, ഒന്നും സമന്വയിപ്പിച്ചിട്ടില്ല. എല്ലാ ദർശനങ്ങളിലും സാങ്കേതിക പദങ്ങൾ സമാനങ്ങളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആശയം പറയാം. അതുകൊണ്ട് പാശ്ചാത്യന്മാർ പറയുകയും മറ്റു പലരും ഇവിടെ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ള എക്ലക്റ്റിസിസം, അല്ലെങ്കിൽ ഒരു എക്ലക്റ്റിക്കൽ വർക്കല്ല ഭഗവത്ഗീത എന്നത് അതിനെ സംബന്ധിക്കുന്ന ആധികാരികമായ വസ്തുതയാണ്. അതാണ് സംഗതി. പിന്നെ സ്വാമി വിവേകാനന്ദനും മറ്റും അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് അംഗീകരിക്കേണ്ട. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞില്ലെന്ന് വയ്ക്കുക, അദ്ദേഹം അങ്ങനെ പറയാൻ മറന്നുപോയി. അദ്ദേഹം അങ്ങനെ പറയാൻ മറന്നുപോയാലും ഇത് തന്നെയാണ് വസ്തുത. ദ്യൂത ആഹ്വാനത്തെ സ്വീകരിക്കേണ്ടത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാകയാൽ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് അദ്ദേഹം സ്വീകരിച്ചു. അതിന് സ്മൃതി അനുശാസനമുണ്ട്, സ്മൃതികൾ അനുശാസിക്കുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി വരുമ്പോൾ ആ വെല്ലുവിളിയിൽ നിന്ന് രാജാവ് ഒഴിഞ്ഞു മാറരുത്. ഒഴിഞ്ഞു മാറിയാൽ പിന്നീട് അതിൻ്റെ പിന്നാലെ വിപത്തുകളുടെ പരമ്പരയായിരിക്കും ഈ ആഹ്വാനം ചെയ്തയാളിൻ്റെ പക്ഷത്തു നിന്നുണ്ടാവുന്നത്.
അതൊഴിവാകുമെങ്കിൽ ഒഴിവാകട്ടെ, ഒഴിവാകുകയില്ലെന്നറിയാം. എങ്കിലും ദ്യൂതത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ദ്യൂതവ്യസനം അദ്ദേഹത്തിന് പിടിവിടുക തന്നെ ചെയ്തു. അതങ്ങനെയാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. കളിയിൽ വ്യാപരിച്ച് കളിയിൽ മുഴുകിപ്പോയെന്നാൽ പിന്നെ വ്യക്തി കളിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെന്താണ്? കളി വ്യക്തിയെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ദ്യൂതത്തിൽ ഏർപ്പെട്ട വ്യക്തിയെ വിഴുങ്ങും. അങ്ങനെ അദ്ദേഹം വിഴുങ്ങപ്പെട്ടു പോയി. അതുകൊണ്ട് ചില അനർത്ഥങ്ങൾക്ക് അദ്ദേഹം തന്നെ കാരണക്കാരനായി. പിന്നെ മറ്റൊന്ന് ആലോചിക്കാനുള്ളത്, ധർമ്മപുത്രര് ഈ ദ്യൂതവ്യസനത്തിൽ മുഴുകിയില്ല എന്ന രീതിയിലും വ്യാസന് കഥ രചിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതാരെങ്കിലും കൊടുത്ത ഒരു അനുശാസനം അനുസരിച്ചിട്ടല്ലല്ലോ. ആരെങ്കിലും ഒരു പ്ലാൻ വരച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇന്നത് ഒരു രൂപരേഖ വരച്ച് കൊടുത്തിട്ടില്ല. ഇന്ന രീതിയിലായിരിക്കണം ഈ ധർമ്മപുത്രരുടെ സ്വഭാവം നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രാജശാസനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് അനിവാര്യമായി രചനയിൽ വേണ്ടതാണ്. എന്തിനാണത്? അത് ധർമാധർമ്മ ചർച്ച മഹാഭാരതത്തെ ആസ്പദമാക്കി എക്കാലത്തും പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ധർമ്മബോധത്തെ വളർത്തുന്ന കൃതിയായി ഇതിന് ലോകത്തിൽ സ്ഥാനം വേണം എന്ന് വിചാരിച്ചിട്ടാണ് തൻ്റെ രചനയിലെ പ്രധാന കഥാപാത്രമായ കഥാനായകൻ അല്ലെങ്കിലും കഥാനായകന് തുല്യമായ കഥാനയനത്തിൽ, ഹീറോ എന്ന് പറയുന്നതല്ല കഥാനായകൻ, ഇദ്ദേഹം ഹീറോ അല്ല. ഹീറോ എന്ന് പറയുന്ന സങ്കല്പം വേറെ, കഥാനായകൻ എന്നുള്ള സങ്കല്പം വേറെ. കഥാനായകൻ എന്നുള്ളത് ആ വാക്കുകളുടെ അർത്ഥം സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ തന്നെയുള്ള പ്രയോഗമാണ്. കഥയെ നയിക്കുന്നയാളാണ്. ഹീറോ എന്ന് പറഞ്ഞാൽ വീരനെ അർത്ഥമുള്ളൂ. ഇവിടെ ഹീറോ അല്ലെങ്കിൽ പോലും ഈ ഒരു ഷേക്സ്പിയൻ സങ്കല്പമായിട്ട് ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഷേക്സ്പിയൻ ഹീറോസിനൊക്കെ, ക്രൗണിങ് ഹീറോസിനൊക്കെ, ടവറിങ് ഹീറോസിനൊക്കെ ഒരു ഫേറ്റൽ ഫ്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ധർമ്മപുത്രൻ്റെ, അദ്ദേഹം കഥാനായകനാണെങ്കിലും ഹീറോ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫേറ്റൽ ഫ്ലോ ആയിരുന്നില്ലേ ഈ ദ്യൂതത്തിലുള്ള താല്പര്യം? അല്ല. കാരണം ഇദ്ദേഹം അതിനു മുമ്പ് അവിടെ കൊട്ടാരത്തിൽ ചൂത് കളിച്ചുകൊണ്ടിരുന്നതായി സൂചനയൊന്നുമില്ല. ചൂത് കളി ഇവർ പഠിക്കും. ഇപ്പോൾ ക്രിക്കറ്റ് കളി പഠിച്ചതുകൊണ്ട് എപ്പോഴും പോയി ക്രിക്കറ്റ് കളി കാണുകയോ ക്രിക്കറ്റ് കളി നടക്കുന്നിടത്തൊക്കെ പോവുകയോ വേണമെന്നില്ല. അതൊരു രസമുള്ള സാധനം എന്നുള്ള നിലയിൽ പഠിച്ച് സൗകര്യം കിട്ടിയാൽ കാണും, അത്രയേ ഉള്ളൂ. ഇതായിരുന്നു നിലപാട്. രണ്ട് ക്രിക്കറ്റ് പഠിച്ചവരെല്ലാവരും, എന്താണ്, ഒരു വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടല്ലോ ടെണ്ടുൽക്കർ. ആ ടെണ്ടുൽക്കർ പോലെ കളിച്ച് മുടുക്കാനാവുകയല്ലോ. കണ്ടിരിക്കാനൊരു റിസോർട്ട് സൗകര്യം കിട്ടിയാൽ കാണും. അല്ല, എവിടെ കളിയുണ്ടെങ്കിലും കണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ എടുത്താനൊക്കില്ല. ചതുരംഗം അറിഞ്ഞിരിക്കേണ്ടത് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവശ്യ അനുഷ്ഠേയമാണ്. ചതുരംഗത്തിലൂടെ എന്താ രാജാക്കന്മാരെ പഠിപ്പിക്കുന്നത് യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ഒരു പ്ലാൻ ബോർഡാണ് ചതുരംഗം. ഭൂമിശാസ്ത്രം പഠിക്കാനുള്ള വേൾഡ് മാപ്പ് ഉള്ളതുപോലെ യുദ്ധതന്ത്രം പഠിക്കാനുള്ള മാപ്പാണ് ഈ ചതുരംഗം. യുദ്ധത്തിലെ 4 അംഗങ്ങളാണ്: ആന, കുതിര, രഥം, കാലാൾ, തേര്, ചതുരംഗങ്ങൾ. അപ്പോൾ യുദ്ധക്കളത്തിൽ രഥസൈന്യത്തെയും ഹസ്തി സൈന്യത്തെയും അശ്വസൈന്യത്തെയും കാലാൾ സൈന്യത്തെയും എങ്ങനെ നയിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ യുദ്ധതന്ത്രത്തിൻ്റെ ബുദ്ധികൂർമ്മത, യുദ്ധതന്ത്രത്തിൻ്റെ ആത്മാവ് കൊണ്ട് രാജാവിൻ്റെ കർമ്മസാമർഥ്യത്തെ ആവേശിപ്പിച്ച് വയ്ക്കാനുള്ള കളിയാണിത്. ഇത് യുദ്ധത്തിൻ്റെ മാതൃകയാണ്. അതുകൊണ്ടാണ് ചതുരംഗത്തിന് വിളിച്ചാൽ പിന്നെടുത്തത് യുദ്ധത്തിന്, അതിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നത്തത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണെന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്തേത്, ഈ ചതുരംഗത്തിൽ കാണിക്കുന്ന സാമർഥ്യത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും യുദ്ധത്തെ നയിക്കാനുള്ള സാമർഥ്യവും നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് കള്ളക്കളി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ധർമ്മപുത്രരെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ധർമ്മപുത്രർ പറഞ്ഞു, കള്ളക്കളിയാണെങ്കിൽ ഞാൻ കളിക്കുമെന്ന് പറഞ്ഞു. ഇത് ശകുനി നേരത്തെ പറഞ്ഞു ധർമ്മപുത്രരോട്, ഞാൻ ചിലപ്പോൾ കള്ളക്കളിയും കളിച്ചെന്നിരിക്കും, വേണമെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്തി പോവാം.